ആളുകൾ പറയാറുണ്ട് ഞാൻ മരിച്ചവരെ എൻ്റെ കൂടെ കാണാറുണ്ടെന്ന്. അവരെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ട്. അത് സത്യത്തിൽ അയാൾക്ക് തോന്നുന്നതാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? പ്രേതം ശരിയാണോ എന്നാണ് താൻ ചോദിക്കുന്നത്. അങ്ങനെ അയാൾക്ക് തോന്നാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ബേസിക്കലി അതിനെ ഹാലൂസിനേഷൻസ് എന്നാണ് പറയുന്നത്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചിന്തയല്ല, അത് ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ഇവിടെ മുമ്പിൽ നമ്മൾ താനിപ്പം എന്നെ കാണുന്നു, ഞാൻ തന്നെ കാണുന്നു. അതൊരു നമ്മൾ വിഷ്വലി ഒരു സ്റ്റിമുലസിനെ നമ്മൾ പെർസീവ് ചെയ്യുവാണ്. നമ്മുടെ തലച്ചോറ് സൈക്കോട്ടിക് പ്രോസസ്സ് സെറ്റും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ഈ പറഞ്ഞ ഡോപ്പമീൻ്റെ ഒക്കെ ലെവൽസിൽ ചെറിയ ഈ ഡോപ്പമീൻ ഫ്ലക്ച്വേഷൻസ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ചില ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ഇല്ലാത്തൊരു സാധനം കാണുന്നതായിട്ട്, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട്. കാണുമ്പോൾ അതിന് വിഷ്വൽ ഹാലുസിനേഷൻസ് എന്ന് പറയും, കേൾക്കുമ്പോൾ ഓഡിറ്ററി, തൊടുമ്പം ടാക്ടൈൽ, അങ്ങനെ. ഇപ്പം പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിക്കുകയാണെന്ന് വിചാരിക്കുക. ആളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നത് ആദ്യത്തെ 1 year ഓഫ് ഹിസ് ഡിമൈസ്, ആൾ മരിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ നമ്മൾ ആളുടെ ശബ്ദങ്ങൾ കേട്ടാൽ അത് ആക്ച്വലി നോർമലാണെന്നാണ് പറയാം. ഓക്കെ, നോർമൽ ഗ്രീഫ് റിയാക്ഷൻ്റെ ഭാഗം അത്. അവരതൊരു ഇമാജിനേഷൻ വേൾഡിൽ എടുക്കുന്ന ഒരു കാര്യമാണോ ഇയാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്? അല്ല, അത് നേരെ തിരിച്ചാണ്. ഇപ്പം ഞാൻ സൈക്കോട്ടിക് ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ഹാലുസിനേഷൻ, ആദ്യം എനിക്ക് വരുന്ന ഈ ഹാലുസിനേഷനാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് പോവുമായിരിക്കും, ചിലപ്പം ഒരു ഓഡിറ്ററി ആയിരിക്കാം, ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരു വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പാത്രം കിലിങ്, അതിന് എലമെൻ്ററി എന്നാണ് പറയാം. ഒരു ഡും എന്നുള്ള ശബ്ദം, എന്നുള്ള ശബ്ദമൊക്കെ എലമെൻ്ററിയാണ്. അപ്പം അങ്ങനത്തെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. ഇനി ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി വിളിക്കുമായിരിക്കോ, അങ്ങനെയാണ്. അല്ലാണ്ട് ഇമാജിൻ ചെയ്ത് ശബ്ദം വരുമല്ല, ശബ്ദമാണ് ആദ്യം വരുന്നത്. അതിൽ നിന്ന് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് വേറെ വ്യാഖ്യാനങ്ങൾ വരും. അതിന് ചിലപ്പോൾ നമ്മൾ ഹാലൂസിനേഷനെ ബേസ് ചെയ്ത ഡെല്യൂഷൻ എന്ന് പറയും. അത് വേറെ, നമ്മൾ സംശയം രോഗം എന്നൊക്കെ പറയും. അതാണ് ഡെല്യൂഷൻ. ടൈപ്പ് ഓഫ് സംശയ രോഗം, ടൈപ്സ് ഓഫ് ഡെല്യൂഷൻ ആണ് ഈ സംശയ രോഗം.